ഹലോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാല് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർക്ക് കൊടുക്കും, എന്നിട്ട് ഇവര് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതാണ്. അതായത് ഇവരുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഒളിപ്പിച്ചു വെച്ച കുറച്ച് രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഇന്നത്തെ ചലഞ്ചിന്റെ ഒരു ഉള്ളടക്കലല്ല മെയിൻ എയിം. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ചലഞ്ചിന്റെ പേരാണ് ഐ ഹാവ് ഓർ ഐ നെവർ ഹാവ്. അതായത് നമ്മൾ ഇവർക്ക് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതില് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവും, ചെയ്തിട്ടില്ലെങ്കിൽ ഐ നെവർ ഹാവും കാണിക്കണം. ഇതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ നമുക്ക് ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലോട്ട് കടക്കാം. നല്ലവനായ ഉണ്ണി. ചാച്ചത് ഭയങ്കര നല്ലവനായ ഉണ്ണിയാണ്. തന്ത വൈബ്. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്നൊന്നും അങ്ങനെ പൊക്കി കാണിക്കണ്ട. ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് ആലോചിച്ചിട്ടൊക്കെ കാണിച്ചാൽ മതി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ചെയ്തിട്ടുണ്ടോ ഇവൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കേട്ടല്ല? കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങട്ടെ? ഓക്കെ അല്ലേ എല്ലാരും? സെറ്റ് അല്ലേ? സീൻ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. അതാണ്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണട്ടെ ഗൈസ്. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചു കേട്ടോ. ചാച്ചു, ഞാൻ ചോദ്യം ചോദിക്കണ മുമ്പ് മിണ്ടരുത് കേട്ടോ. ചോദിക്കാൻ വേണ്ടിയാണ്. അറിയാത്ത ഏതെങ്കിലും പെൺകുട്ടിക്ക് എണീപ്പിച്ച് വിട്ടാലാ? അറിയാത്ത ഏതെങ്കിലും പെൺകുട്ടികൾക്ക് മെസ്സേജ് ചെയ്തിട്ട് ചമ്മി പോയിട്ടുണ്ടോ? അറിയാത്ത ഏതെങ്കിലും പെൺകുട്ടിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചമ്മി പോയിട്ടുണ്ടോ? സമ്മതിട്ടില്ല. മെസ്സേജ് മുമ്പെങ്ങാനും നീ ഇപ്പോഴും ചെയ്യാറുണ്ട്? ഇല്ലില്ല, ഇപ്പൊ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ മാനിയാണ്. നീ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഐ ഹാവ് ഇപ്പഴാ? കല്യാണത്തിന് മുമ്പ്. മുമ്പാ? വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചേ. അറിയാണ്ടാണ് അല്ലെങ്കിൽ അറിഞ്ഞോണ്ടാണോ? അറിയാണ്ടൊക്കെയാണ്. ആണല്ലേ? ചമ്മി പോയിട്ടുണ്ട്. എക്സ്പീരിയൻസ് പണ്ട് നിംബസ് എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ടൈമില്, അതായത് കുറെ കൊല്ലം, ഇപ്പോഴല്ലേ ഫേസ്ബുക്കും ഇതൊക്കെ തുടങ്ങിയ, ഇൻസ്റ്റാഗ്രാമൊക്കെ. പണ്ട് നിംബസ്, അതില് ഞാന് ഫേക്ക് പ്രൊഫൈല് അങ്ങനെയൊക്കെയാണ്. അത് ഞാനും കുറെ പേരെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്ന അതാ പറഞ്ഞ കേക്ക്. അറിയാവുന്ന ഫ്രണ്ട്സിനെ വരെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് വന്നിട്ട് ഓരോ സാധനങ്ങൾ റീചാർജ് ചെയ്ത് തന്നിട്ട് സാധനങ്ങൾ. വലിയ പുള്ളിയായിരുന്നു. എല്ലാ കടക്കാണ് എന്റെ പൊന്നെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡി അല്ലേ? അടുത്ത നീ എന്താ പറയാ? ഇവ കാട്ടുകയായിരുന്നു. അതെ, പെൺപിള്ളേരില്ല. ഫിക്രു എന്ന് പറഞ്ഞ ഫേമസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോണേണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഷ്ടമില്ലാത്ത ഫുഡ് മറ്റൊരാൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്ത ഫുഡ് മറ്റൊരാൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ടോ? ഐ ഹാവ്. ഐ നെവർ ഹാവ്. ഐ ഹാവ്. എന്താണ് കഴിച്ചിരിക്കുന്നത്? അതായത് നമ്മളിപ്പോ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ ബഫേ ഇടുമ്പോ ചില ടേസ്റ്റ് ഉണ്ടാവൂല. പിന്നെ ഫ്രണ്ടിരിക്കുന്ന ആൾക്കാര് അത് ഇതാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മ സഹിച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കുറെ. കഴിച്ചിട്ടില്ല. ഫ്രണ്ട്സിനായിട്ട് പുറത്തു പോകുമ്പോഴത്തേക്കും ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെടില്ല, അവര് കഴിക്കണെങ്കിലും നമ്മ കഴിക്കും. അങ്ങനെ കഴിക്കാറുണ്ട്. അത് മറ്റൊരാൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ്, അല്ലല്ലോ, അവരെ തൃപ്തിപ്പെടുത്താൻ. ഓക്കെ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴത്തെ വീണ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ടുണ്ടോ? നീ കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ആരും നിന്റെ ആരും എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഗൈസ്, ഞാൻ ഉൾപ്പെടെ. ബിസ്മി കണ്ട അപ്പോഴും ഭയങ്കര മതപരമായിട്ടാണ്. എത്ര തവണ കഴിച്ചിട്ടുണ്ട്? അതെ, അത് മാത്രം ചെയ്തിട്ടുള്ളല്ലേ ഗൈസ്. അതെല്ലാരും പൊതുവെ ചെയ്യുന്ന കാര്യമാണ്. ഞാനും കഴിച്ചിട്ടുണ്ട്. ഞാൻ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. സിമ്പിൾ, അത് കഴിച്ചിട്ടുണ്ടാവും, നോർമൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മറ്റൊരാൾ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ
ഉള്ളിൽ ചിരി അടക്കി പിടിച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് നമ്മളെ ഫ്രണ്ട്സ് അല്ലേ, നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് പറ്റുള്ളൂ അല്ലേ? അതേ ഉള്ളൂ. നമ്മ അവരെ കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താണ് നമ്മളെ ഗ്യാങ്ങിലെ പറഞ്ഞു അങ്ങനെ അങ്ങനെ അത് ശരിയാണ്. ഇപ്പൊ ഞങ്ങളിപ്പൊ എന്റെ കാര്യം ആയിക്കോട്ടെ, ഇവരുടെ കാര്യം ആയിക്കോട്ടെ, സീരിയസ് ആയിട്ട് വരുമ്പോ കേട്ട് നിക്കും കൊറേ. അതെല്ലാരും കേട്ട് നിൽക്കും, പക്ഷേ ഉള്ളില് ഉള്ളിൽ ചിരി വരും, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അവർക്ക് സങ്കടാവൂലേ? അതായത് അവനിക്ക് നമുക്കത് കേൾക്കുമ്പോ നമുക്കത് വലിയ ഇതായിട്ട് തോന്നൂല. വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ചിരിച്ചിട്ടുണ്ട് കൊറേ വട്ടം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാല്, നിങ്ങൾ ആരെങ്കിലും പേര് മാറി വിളിച്ച് അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്താണ് പറയണേന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്നെ ഉമ്മ ഇന്ന് വിളിച്ച് കകന് പേരായിരുന്നു. അത് ശരി. കകനെ ഞാൻ എന്റെ ഓഫീസിലെ കൂട്ടുകാരനെ വിളിച്ച് പേര് മാറിപ്പോയി. എന്താ വിളിച്ച? സനീഷിന് പേരും അർഷാന്ന് വിളിച്ചു. അർഷാദാ? കുഴപ്പമില്ല, എല്ലാവർക്കും ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ, ബൈക്കിൽ പോകുമ്പോ സൈഡ് കാണുമ്പോ, ആൾക്കാർ സൈഡ് കാണുമ്പോ നമുക്ക് കഥയാണ് കഥ. വിളിക്കും. അടുത്തെത്തുമ്പോ ചമ്മി പോവും, ഗോപാൽ. പിന്നെ നോക്കാത്ത അയാളായിരിക്കൂല. അങ്ങനെ കൊറേ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ. അപ്പൊ നമ്മുടെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോ നീ ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും അറിയില്ല, മേ ബി ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ എന്തെങ്കിലൊക്കെ കട്ടെടുത്തിട്ടുണ്ട് ഗൈസ്? ഓ നല്ലവനായ ഉണ്ണികള്. അല്ലാ ഉള്ള പറയണല്ലോ, പക്ഷെ എന്താന്നും ചെയ്യരുത്. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മ സ്കൂൾ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കട്ടെടുത്തിട്ടുണ്ട്, പക്ഷെ എന്താന്ന് ഞാൻ പറയൂല. അതൊക്കെ പണ്ട് ചെയ്തിരുന്നാണ്, ഇപ്പൊ ഒന്നുമല്ല. പക്ഷെ ഇത് എന്റെ അല്ലല്ല, ഇവരുടെ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ 6 ചോദ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് 7ാമത്തേല് കടക്കാൻ പോവാണ്. കുറച്ചധികം ഉണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, ഇൻസ്റ്റഗ്രാമിൽ ഫേക്ക് ഐഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്തിട്ടുണ്ടോ? നീ പറഞ്ഞാ മതി. എനിക്ക് ചാറ്റും ചെയ്തില്ല. എനിക്ക് ഫേക്ക് അക്കൗണ്ട് നീ പറഞ്ഞ അല്ല, എനിക്ക് ആവണം. എന്റെ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ ആർക്കും ചാറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ആദ്യം നിംബസ്, അതായത് കല്യാണത്തിന് മുമ്പ് FB യിലുണ്ട്. ഏതാണ് ഈ നിംബസ്? കുറെ ഫേക്ക് അക്കൗണ്ട് ഒരുപാട് തുടങ്ങിയിട്ട് എന്റെ കൂട്ടുകാരന്മാരെ വരെ പറ്റിച്ചിട്ടുണ്ട്. കൂട്ടുകാരന്മാരെ പറ്റിച്ചു കൊടുക്കല്ലേ? അത് നിംബസിന്റെ അടുത്ത ടൈമിൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഫേക്ക് ഐഡി ക്രിയേറ്റ് ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പെണ്ണിന്റെ പേരൊക്കെ ഇട്ടിട്ട് റീചാർജ് ചെയ്യിപ്പിച്ചത് കല്യാണത്തിന് മുമ്പ്. ഇൻസ്റ്റാഗ്രാം എടുത്തെടുത്ത് പറയണ്ട, കല്യാണത്തിന് മുമ്പ് മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമാണ് ചോദിച്ചത്. അതെടുത്ത് പറയാൻ കാരണം മക്കൾസ് ഇൻസ്റ്റാഗ്രാമാണ് ചോദിച്ചത്. ഞാൻ ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ഐഡി എന്നാണ് ചോദിച്ചത്. ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ അല്ലാണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ. കല്യാണമില്ല, കല്യാണത്തിന് മുമ്പ് എല്ലാരും നോട്ട് ചെയ്ത കല്യാണത്തിന് മുമ്പ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാഴ്ച വരെ കുളിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, ഒരാഴ്ച പോയിട്ടില്ല. ഒരു 3 ദിവസം വരെ, 3 ദിവസം എനിക്ക് അങ്ങനെ പോയിട്ടുണ്ട്. വിനേഷ് കാക്ക ഇല്ല, നല്ല മനസ്സാണ്, നല്ല ചെക്കനാ. എല്ലാം ശ്രദ്ധിക്കുക. ഐ ഹാവ് ബിക്കോസ് എനിക്ക് സാഹചര്യം വന്നായിരുന്നു. കാരണം വേറൊന്നുമല്ല, എനിക്ക് ആക്സിഡന്റ് ആയിട്ട് കിടന്നായിരുന്നു. ഒരു ആഴ്ചയിലല്ല, എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച വരെയൊക്കെ അങ്ങനെ കിടന്നിട്ടുണ്ട്. അത് നമുക്ക് അത് കുഴപ്പമില്ല, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ. എനിക്ക് 4 ദിവസം മാക്സിമം ഇതുപോലെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് കുളിക്കാറുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ആർക്കെങ്കിലും തെറ്റായി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഐ ഹാവ് ആരാ കൊടുത്തേക്കണ? താങ്കളില്ല, ഐ ഹാവ് ആണല്ലോ, ഇങ്ങനെ ഇരിക്കണേണ്. അതായത് കൊറേ ആൾക്കാർ ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പൊ പിന്നെ കൊറേ ഓരോ സൈറ്റുകളിൽ നിന്നൊക്കെ അപ്പൊ നമ്മള് വേറെ നമ്പറൊക്കെ കൊടുക്കും, പിന്നെ വിളിക്കാതിരിക്കാൻ വേണ്ടിട്ട്. കഥ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തു. നിനക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരേണ്ടതാണ്. കൊറേ ഗേൾസ് ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ. എല്ലാവർക്കും ഞാൻ കറക്റ്റ് കൊടുക്കും. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കൊടുക്കും. കാക്കാക്ക് ഇല്ല, കാക്ക എല്ലാം ആവണല്ലോ. അതെ, നല്ലവനായോണ്ട്. മറ്റൊരാളുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്.
ഐ ഹാവ്. അപ്പൊ ഇതില് ഇവൻ മാത്രമാണ് ഐ ഹാവ് പറ എങ്ങനെ. അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരോടൊക്കെ ചോദിക്കും. അല്ല നീയല്ലേ ഞാൻ അറിയാണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അറിഞ്ഞോണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി ഉപയോഗിച്ചുള്ളൂ. അതാ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചത്. നിന്റെ അല്ല, ഞാൻ നാട്ടിൽ പോയപ്പോ അവിടത്തെ എന്റെ ഒരു കസിന്റെ പ്രശ്നം. സോറി ഗൈസ്. ഐ നെവർ ലൈക്ക് ദാറ്റ്. ഞാനേ പക്ഷെ ഞാന് ഒരു ദിവസം അവള് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ ഉപയോഗിച്ചത്. സോറി ഗൈസ്. അവസ്ഥ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൊറർ മൂവീസ് കണ്ട് പേടിച്ച് ഒച്ച വെച്ചിട്ടുണ്ടോ? ഏയ് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലാരും ഇപ്പഴാണ് ഒരു ഒച്ച വെച്ചിട്ടില്ല, ഒരു പേടി പോലെ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വല്ല ബാത്റൂമില അല്ല അത് കണ്ടേ പുറത്തേക്ക് പോലെ ബാത്റൂമില്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ശരിക്കും ആരോടാ ചോദിക്കട്ടെ? ശരിക്കും ചോദിക്കണ്ടേ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കിട്ടിയ ഗിഫ്റ്റ് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ ഗിഫ്റ്റ് നിങ്ങൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതിൽ ഐ ഹാവ് കൊടുത്തിരിക്കുന്നത് മിസ്റ്റർ ചാച്ചു ആണ്. ചാച്ചു ക്രിസ്മസ് ഫണ്ടിന് കൊടുത്തിട്ടുണ്ട്. ഇക്കാക്ക കിട്ടിയ ഇക്കാക്ക വേറെ ഒരാൾക്ക് കൊടുത്താ അത് ഇക്കാക്ക ഒന്നും കൊണ്ടുപോയില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയാലേ കൊടുത്തു. അത് വേറെ ആളെ കിട്ടുന്നു. അതല്ല, അതൊക്കെ ചെറിയ ക്ലാസ്സുകളിലാണ് ചെയ്തേക്കുന്നത്. ഏത് ചെറിയ ക്ലാസ് താങ്കളുടെ? 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ആ ടൈമിലാണ്. അത് അത്ര ചെറിയ ക്ലാസ് ഒന്നുമല്ല, ബോധമുള്ള ടൈമിൽ തന്നെയല്ലേ ചെയ്തേക്കണം. ആ ടൈമിലൊന്നും കാശൊന്നുമില്ലല്ലോ വാങ്ങാൻ. പിന്നെ വീട്ടിൽ ചോദിക്കണം, വീട്ടിൽ തരാത്ത പോലെ എന്താണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടാ. അലക്കാത്ത ഡ്രസ്സിൽ സ്പ്രേ അടിച്ച് ഇട്ടോണ്ട് പോയിട്ടുണ്ടോ ഗൈസ് നിങ്ങൾ? അതിലെല്ലാരും ഐ ഹാവ് ആയിരിക്കും. അയ്യോ, വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വൃത്തിയിൽ 1ാം സ്ഥാനം നേടിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. കാണുന്ന പോലെയല്ല, ഭയങ്കര വൃത്തിയാണ്. ഡ്രസ്സൊക്കെ കാണണെങ്കിൽ ഭയങ്കര തേച്ച് ഭയങ്കര പെർഫെക്റ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നത്. വീട്ടിലായാലും സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സെറ്റ്, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആള്. അപ്പൊ എന്തായാലും അലക്കാണ്ട് ഡ്രസ് ഇടുന്നു തോന്നില്ല. ആ സീനാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. നോർത്ത് 24 കാതാന്ന് തോന്നണം അല്ലേ? അതിലെ ഫഹദ് ഫാസിലാണ് ഈ ബിനീഷ് കാക്ക. വീട്ടില് മൊബൈല് ഒന്ന് ഇത്തിരി വെച്ചേക്കണ അളവ് മാറിക്കാൻ വൈഫിന് ചീത്ത പറയും. അയ്യോ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്തത്, സത്യമല്ലെന്നറിഞ്ഞിട്ടും മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? സത്യമല്ലെന്നറിഞ്ഞിട്ട് മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോ വേറെ ഒരാള് പറഞ്ഞു കേട്ടിട്ടായിരിക്കും ഇക്കാക്ക അറിഞ്ഞേക്കണം. അത് സത്യമല്ലായിരിക്കാം, എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നല്ല മനുഷ്യൻ. ഇല്ല, അത് നല്ല കാര്യമാണ് കേട്ടോ, ഗുഡ് ക്വാളിറ്റി. ഇല്ല, ഇൻ കേസ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാല് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ ഒരാളെ കുറ്റം പറയാൻ പാടില്ല. നല്ല നല്ല മക്കളാണ് കേട്ടോ. സ്വന്തമായി മുടിവെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇക്കാക മാത്രമില്ല. എന്താണ് ഇക്കാക എപ്പോഴും ബാർബർ ഷോപ്പിൽ തന്നെ പോണം? ആണ്. മുടിയല്ലേ ചോദിച്ചേ? ഞാൻ ട്രിമ്മർ വെച്ച് ഞാൻ തന്നെ ചെയ്യാറുണ്ട്. ചെയ്യാൻ മാത്രമായിട്ട് ഒന്നും ഉണ്ടായില്ല, എന്നാലും മുടീന്റെ കാര്യം ചോദിച്ച മനുഷ്യ. എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റിംഗ് വൺ ചോദിക്കട്ടെ. ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ ഗൈസ് നിങ്ങള്? നല്ലവനായിട്ടുള്ള ഉണ്ണി ഐ ഹാവ് കൊടുത്തിട്ടുണ്ട്. പറയൂ. ഇക്കാക്ക കൊടുത്തിട്ടുണ്ടോ? ഇക്കാക്ക ചിന്നൂക്കാണ് കൊടുത്തേക്കണ? ഇല്ല, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പഠിക്കുമ്പോ റിപ്ലൈ എന്തായിരുന്നു? ഇൻട്രസ്റ്റ് അല്ലാന്ന് പറഞ്ഞു. ഇല്ല, I never have ആണല്ലോ.
ഇക്കാക്ക കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എഴുതി പഠിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കൊറേ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാ ശരിയെന്നാ. 17ാമത്തെ ക്വസ്റ്റ്യൻ, പബ്ലിക്കായി ചീത്ത കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? ചീത്ത കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? എന്നാ ഓരോരുത്തരുടെ സിറ്റുവേഷൻ പറ. ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട്. ബിനീഷ് കാക്ക പറ. വണ്ടി ഓടിക്കാൻ നേരത്തൊരു വണ്ടി കേറി വന്നിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, പ്രതികരിച്ചു. എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. സെയിം വണ്ടിന്റെ കേസ് തന്നെ. ഓക്കെ. നമ്മളെ ചെറിയ ചെറിയ കേസുകളാണ്. അതായത് ഒരു ചായക്കടയിന്ന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ട് അയാളോട് നമ്മ കണക്ക് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് അയാൾ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. രണ്ടാമത് എടുക്കണം കണക്ക്, മൂന്നാമത് എടുക്കണം. ലാസ്റ്റ് അവിടെ കിടന്നിട്ട് ലാസ്റ്റ് എല്ലാം അവിടെ എനിക്ക് ലാസ്റ്റ് ഭയങ്കര ചൂടാവലും അവിടെ നാട്ടുകാരൊക്കെ കൂടി കുറെ പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ടോളിന്റെ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ടോള് ഈ അടുത്ത് വന്നിരുന്നില്ല. അപ്പൊ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, നിങ്ങൾ വല്ല കോഴിത്തരം അല്ലെങ്കിൽ കാട്ടുകോഴികളായിരുന്നു? ആയിരുന്നു. അല്ല ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ സ്റ്റോറിയാണ് കേട്ടോ, ഫുൾ ലൈഫ്. പാസ്റ്റ് ആയിരുന്നു, ഇപ്പല്ല. പാസ്റ്റിലായിരുന്നു. പാസ്റ്റ് നല്ലൊരു കോയായിരുന്നു. പക്ഷെ ഇങ്ങേരും കോയായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ചിരിക്കുന്നു. പിന്നെ വെറുതെ സീനിയർ ആയിരുന്നു. ഞാൻ റിട്ടയർഡ് ആയി, പക്ഷെ സീനിയർ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്നെ കണ്ടിട്ട് പഠിക്കണേ കുടുംബത്തിന്റെ പേര് ദോഷം എന്നാണ് കൊറേ ഓൾറെഡി സെറ്റ് ആയി. ഹാപ്പി ലൈഫ്. അതെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പല്ല് തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും. ഐ ഹാവ്. നല്ലതാണ് കേട്ടേക്കുന്നത്. പൊതുവെ ടൂർ പോയപ്പോഴൊക്കെ പെട്ടെന്ന് ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ടൂറ് പോയിട്ടും ഇവരോട് പല്ല് വെച്ചിട്ട് കഴിക്കാറുള്ളൂ ചോദിച്ചു. അത് നല്ലതല്ലേ? 24 കാലം ശരിക്കും നല്ലതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 20 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇനിയും ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് പക്ഷെ നമ്മള് അതെ നമ്മുടെ കൊളംബസ് എന്താണ്, നിംബസാ? ആ ആപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പഴേ അറിയടാ. നന്നായി അറിയാത്തത് നിംബസും കൊമ്പസും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ആണ് ട്ടാ. ടൂറൊക്കെ പോയാൽ അല്ലല്ല പറയട്ടെ, കംപ്ലീറ്റ് ചെയ്തില്ല. ടൂറൊക്കെ പോയാൽ സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒന്നും പോയിട്ട് രണ്ടും പോയിട്ടുണ്ട്. വണ്ടർല പോയപ്പോ പ്രത്യേകിച്ച് ഞാൻ മൂത്രമൊഴിച്ചില്ല. ഇവൻ ക്ലാസ്സിൽ അപ്പിടാറുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ട പഠിച്ചേ ക്ലാസ്സിൽ അപ്പിടാണ്. ഞാൻ പോയിട്ട് കുറെ എന്നെ വിളിക്കും, ഉമ്മ പോകൂല. ഞാൻ പോയിട്ട് കഴിച്ചു കൊടുക്കും. അതെത്ര അനുഭവം. എനിക്ക് 5ാം ക്ലാസ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിലെ കാര്യോട് ചോദിച്ചത്. അപ്പൊ നിങ്ങക്ക് കഴിഞ്ഞില്ലേ? എല്ലാരും ചോദിക്കുന്ന ആള് വല്ലതും ഇവരൊന്നും ഇരുത്താണ്ട് എനിക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ ഞാനും കൂടെ പറഞ്ഞില്ലേ. അപ്പൊ എന്നാലും നിങ്ങൾക്ക് എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അത് കൂടാതെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.